മരണപ്പെട്ടവർക്ക് 8 ലക്ഷം രൂപ, 4 ലക്ഷം രൂപ SDRF-ൽ നിന്നും 2 ലക്ഷം രൂപ CMDRF-ൽ നിന്നും 2 ലക്ഷം രൂപ PMNRF-ൽ നിന്നും ഉൾപ്പെടെ 8 ലക്ഷം രൂപ മരിച്ചവർക്ക് കൊടുക്കും. അതുപോലെ ഈ വീട്ടിൽ വെള്ളം കയറിയ എല്ലാവർക്കും, അത് ഞാൻ പ്രത്യേകം പറയുന്നു, ഇപ്പോൾ കുറേ ആളുകൾ വന്ന് ക്യാമ്പിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ക്യാമ്പിലെ രജിസ്ട്രേഷൻ അനുസരിച്ചിട്ടല്ല കൊടുക്കുന്നത്. ക്യാമ്പിൽ വരാത്തവർക്കും വീട്ടിൽ വെള്ളം കയറിയവർക്ക് കൊടുക്കും. ക്യാമ്പിൽ വന്നു എന്നതിൻ്റെ പേരിൽ വീട്ടിൽ വെള്ളം കയറിയിട്ടിലേക്ക് കൊടുക്കില്ല. ഇങ്ങനെ തെറ്റായ ധാരണ പരക്കുന്നുണ്ട്. ചിലപ്പോൾ കുറേ ആളുകൾ വന്ന് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. അപ്പോൾ വീട്ടിൽ വെള്ളം കയറിയ എല്ലാവരുടെയും വില്ലേജ് ഓഫീസറുടെ ഉദ്യോഗസ്ഥന്മാരുടെയും റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് എല്ലാവർക്കും 10,000 രൂപ അവർക്ക് കൊടുക്കും. പിന്നെ മരിച്ചവരുടെ സംസ്കാര കർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. നേരത്തെ മുഴുവൻ ഡാമേജായ വീടുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 4 ലക്ഷം രൂപയാണ്. അത് 6 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെ വീടും സ്ഥലവും പൂർണ്ണമായി നഷ്ടപ്പെട്ടു. കാരണം അവിടെ വീട് വയ്ക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാവും. ഈ ലാൻഡ് സ്ലൈഡും ലാൻഡ് സ്ലിപ്പും ഒക്കെ ഉണ്ടായ സ്ഥലത്ത് അവിടെ നേരത്തെ കൊടുത്തിരുന്നത് 6 ലക്ഷം രൂപ സ്ഥലം മേടിക്കാനും 4 ലക്ഷം രൂപ വീടിനുമാണ്. 10 ലക്ഷം, അത് 12 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. പിന്നെയുള്ള ഒരു 300 രൂപ വെച്ച് ഒരു കുടുംബത്തിലെ ഒരു റേഷൻ കാർഡിലെ 2 പേർക്ക് 300 രൂപ വെച്ച് ഡെയിലി കൊടുക്കും. അതുപോലെ അവർക്ക് അല്ലല്ല, അത് അവിടെ ഈ വീട്ടിൽ ബുദ്ധിമുട്ടുള്ളവർക്ക്, ഇങ്ങനെ വെള്ളം കയറി പ്രയാസപ്പെട്ടവർക്ക്, അതേപോലെ തന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി അവിടെ താമസിക്കാൻ പറ്റാത്തവർക്ക്, അവർക്ക് ആ വീട്ടിൽ താമസിക്കാൻ പുതിയ വീട്ടിലോ അല്ലെങ്കിൽ ആ വീട് റെഡിയാകുന്നതുവരെ താമസിക്കാൻ വേണ്ടിയിട്ട് മാസം റെൻറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം അതെടുത്തിട്ടുണ്ട്. അത് വീട്ടിൽ വെള്ളം കയറി ആകെ ഇതെല്ലാം നാശനഷ്ടം സംഭവിച്ചവർക്കാണ്. ഒരു കുടുംബത്തിലെ 2 പേർക്ക്. അങ്ങനെയാണ് നേരത്തെ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. ഇനി നമ്മൾ പുതിയതായിട്ട് വേറൊരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ക്രോപ്പ് അസിസ്റ്റൻസ്, അതായത് കൃഷിനാശം ഉണ്ടായാലുള്ള നഷ്ടം വളരെ തുച്ഛമായ തുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് തീരുമാനിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, 2.5 ഏക്കർ സ്ഥലം, 1 ഹെക്ടർ സ്ഥലം നെൽകൃഷി നാശം ഉണ്ടായ 13,500 രൂപയാണ്. അങ്ങനെ പലതിനും വളരെ ചെറുതാണ്, കാരണം കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന തുക ചെറുതാണ്. പക്ഷേ അത് നമ്മൾ 25% വർദ്ധിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ഇപ്രാവശ്യം. 25%. അത് നമ്മൾ തന്നെ സ്റ്റേറ്റ് തന്നെ കൊടുക്കും, 25%. പിന്നെ പുതിയതായിട്ട് ചെയ്യുന്നത് ഇതുവരെ കൊടുക്കാത്തതാണ്. ധാരാളം കടകൾ വെള്ളം കയറി നശിച്ച് അവരുടെ നാശനഷ്ടങ്ങൾ ഉണ്ടായി അവരുടെ ഉപജീവന മാർഗം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആദ്യമായി അങ്ങനെ വെള്ളം കയറി കടകൾ നശിച്ചവർക്ക് ഓരോ കടയ്ക്കും 10,000 രൂപ പ്രത്യേകമായി കൊടുക്കാൻ തീരുമാനം പുതിയതായിട്ട്. ധാരാളം കടകളുണ്ട്. ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിലും ബാക്കിയുള്ള സ്ഥലത്തും ഈരാറ്റുപേട്ടയിലും പല സ്ഥലത്തും ഭയങ്കര സങ്കടമാണ്. 2018-ലും 2019-ലും ഒക്കെ വെള്ളം കയറി നശിച്ചിട്ടും അവർക്കൊന്നും കിട്ടിയിട്ടില്ല. ഉപജീവന മാർഗമാണ്, സാധാരണക്കാരായ ആളുകളാണ് കൂടുതലുള്ളത്. അതൊരു പുതിയ തീരുമാനമാണ്. ഇതിനു മുമ്പ് അതുണ്ടായിരുന്നില്ല. പുതിയ തീരുമാനം, ഒരു 10,000 രൂപ കൂടി അവർക്ക് ഓരോരുത്തർക്കും കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നീട് ഈ MSMEകൾക്ക്, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് ഉജ്ജീവന സോഫ്റ്റ് ലോൺ സ്കീം അത് നമ്മൾ നടപ്പാക്കും. അതിൻ്റെ ഭാഗമായിട്ട്, അതായത് SMEകൾക്കുണ്ട്, ട്രേഡ് നടത്തുന്നവർക്കുണ്ട്, ഇൻഡസ്ട്രിയൽ എൻ്റർപ്രൈസസിനുണ്ട്, അപ്രൂവ്ഡ് ആയിട്ടുള്ള ഹോം സ്റ്റേകൾക്കുണ്ട്, പിന്നെ ഈ പ്രളയം ബാധിച്ച ക്ഷീര കർഷകർക്കുണ്ട്, കിസാൻ കാർഡ് ഹോൾഡേഴ്സിനുണ്ട്, പിന്നെ ഈ പക്ഷികളെ, ഈ താറാവിനെയൊക്കെ വളർത്തുന്ന പോലുള്ള ഇത് വളർത്തുന്നവർക്കുണ്ട്, തേനീച്ച കർഷകർക്കുണ്ട്, ടൂറിസ്റ്റ് വെഹിക്കിളിൻ്റെ ഓണേഴ്സ് ഉണ്ട്, അതുപോലെ കൊമേഴ്സ്യൽ വെഹിക്കിളിൻ്റെ ഓണേഴ്സ് നാശനഷ്ടം ഉണ്ടായാൽ അവർക്കെല്ലാമാണ് ഈ സോഫ്റ്റ് ബാങ്ക് ലോൺസ് കൊടുക്കുന്നത്. അത് നമ്മൾ ഒരു 12 ലക്ഷം രൂപ വരെ ആണ് ഈ ലോൺ നമ്മൾ ബാങ്കുകളുമായിട്ട് അറേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ ഒരു 3 സ്കീമാണ് അതിൻ്റെ അകത്തുള്ളത്. ഒന്ന് 12 ലക്ഷം രൂപ വരെ കൊടുക്കുമ്പോൾ 25% ലോൺ എമൗണ്ടോ അല്ലെങ്കിൽ 3 ലക്ഷം രൂപയോ, ഏതാണ് ചെറുത്? 12 ലക്ഷം രൂപ ഉണ്ടെങ്കിൽ 3 ലക്ഷം രൂപ, അല്ലെങ്കിൽ 25% ലോൺ എമൗണ്ട്. ഏതാണ് ചെറുതെന്ന് പറഞ്ഞാൽ അത് മാർജിൻ മണിയായിട്ട് ഗവൺമെൻറ് ബാങ്കിലേക്ക് കൊടുക്കും, 3 ലക്ഷം രൂപ. ഇനി ചിലർക്ക് അതല്ല വേണ്ടത്, അവർക്ക് ഓപ്ഷനാണ്. മാർജിൻ മണി വേണ്ടെങ്കിൽ 5 കൊല്ലത്തേക്ക് അവരുടെ ഈ ലോണിൻ്റെ 9% പലിശ സർക്കാർ ബാങ്കിലേക്ക് നൽകും. അതാണ് ആ സോഫ്റ്റ് ലോൺ സ്കീം എന്ന് പറയുന്നത്. മൂന്നാമത്, ഇതിൻ്റെ തൊട്ട് മുമ്പ് ലോൺ എടുത്തു, ലോൺ എടുത്തിട്ട് അടയ്ക്കാൻ പറ്റുന്നില്ല.
അപ്പോൾ അവർക്ക് കൂടി ഈ 9% പലിശ 5 വർഷത്തേക്ക് കൊടുക്കാൻ ഇങ്ങനെ ഒരു 3 തീരുമാനം അതുമായിട്ട് ബന്ധപ്പെട്ട് സോഫ്റ്റ് ലോണുമായിട്ട് ബന്ധപ്പെട്ട് എടുത്തത്.